ഹലോ ഗൈസ്, നമ്മുടെ നാനയുടെ ആദർശിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായി കാണുക കൂടി ചെയ്യണം. അങ്ങനെ ആദർശും നാനും ഹോട്ടൽ റൂമിൽ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ, കൈയും പിടിച്ച്. അവർ ശരിക്കും മധുവിധു ആഘോഷിക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം ഒന്നിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനൊരു ദിവസം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയേയില്ല. എപ്പോഴും വഴക്കടിച്ച് ജീവിക്കേണ്ട ഗതികേടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നമ്മളുടേതായ ഒരു ജീവിതം. ഓ, എന്തൊരു സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ. ആദർശ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ നായന ഇങ്ങനെ പറയാണ്, എത്ര കാലമായി ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കാതെ ജീവിക്കുന്നു, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാലും സന്തോഷമായൊരു ജീവിതം വരും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ചു കാലം കാത്തിരുന്നാൽ എന്ന് മനസ്സിലായി. അപ്പോൾ ആദർശ് പറയാണ് കേട്ടോ, നമ്മളെ സംബന്ധിച്ച്, നമ്മളെ അനന്തപുരിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈയിടെയായിട്ട്. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടെ വെച്ചിട്ട് ഒരു യുവതിയെ കാണുന്നത്. ആ യുവതിയും കൂടെ ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. ആ യുവതിക്കാണെങ്കിൽ തീരെ വയ്യാതെ അവസ്ഥ കൂടിയാണ്. ആകെപ്പാടെ ശ്വാസം മുട്ടി വയ്യാതെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ അരികിൽ ഒരു പെൺകുഞ്ഞു ഇരിപ്പുണ്ട്. വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ യുവതി വെള്ളം വെള്ളം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാഴ്ച ആദർശിൻ്റെയും നാനയുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവർ വണ്ടി നിർത്തി പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് തീരെ വയ്യ. നിങ്ങൾക്ക് വീടില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ നോക്കാൻ ആരുമില്ലേ? ഇല്ല, എനിക്ക് വീടില്ല, എനിക്ക് വീട്ടിൽ നോക്കാൻ ആരുമില്ല. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനോ? അതൊക്കെ വലിയ കഥയാ. ഒരു ദുഷ്ടൻ എന്നെ ചതിച്ചതാണ്. അനന്തപുരി തറവാട്ടിലെ അബിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ. ആ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തും പറ്റിയേ ഈ കുട്ടി അനാഥയാകും. അതോർത്തിട്ടാ എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഇത് കേൾക്കുമ്പം ആദർശവും നാനിയും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അബിയുടെ കുഞ്ഞാണെന്ന് കേൾക്കുമ്പോൾ ആദർശവും നാനിയും മുഖാമുഖം നോക്കുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ പറഞ്ഞത്? അനന്തപുരി തറവാട്ടിലെ അബിയുടെ കുഞ്ഞാണ് ഇതെന്നോ? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് റിലേഷനായിരുന്നു. അവൻ ചതിക്കുമായിരുന്നു എന്നെ. അവൻ ചതിയനാ. അവന് ഇതുപോലത്തെ ഒരുപാട് റിലേഷൻ ഉണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നാനക്കും ആദർശനും കണ്ണ് നിറയാണ് കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അവൾക്ക്. പക്ഷേ അവൾക്ക് ശ്വാസം മുട്ടൽ കൂടുകയാണ് കേട്ടോ. അങ്ങനെ നയന പറയുന്നുണ്ട് ആദർശനോട്, നമുക്ക് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് ആ സ്ത്രീയുടെ മരണം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് നാനയുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാനക്കും ആദർശനും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വരാൻ പറ്റുന്നില്ല. ആദർശവും നാനയും ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടാണ് കേട്ടോ അനന്തപുരിയിലേക്ക് വരുന്നത്. അങ്ങനെ അവർ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് വരുമ്പോൾ 4 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുഞ്ഞ് അവരുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇതിനെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. വരുമ്പം തന്നെ ദേവയാനി സന്തോഷത്തോടെ ഓടി പോകുന്നുണ്ട് നാനയുടെ ആദർശിൻ്റെ അടുത്ത്. അടുത്തെത്തിയുമ്പോഴാണ് ഒരു കുട്ടിയുള്ളത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആദർശ് മോനെ, ഇതേതാ ഈ കുട്ടി? അതമ്മേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും നബ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് നാനയോട് ചോദിക്കുന്നുണ്ട്, ഇതേതാ കുട്ടി? അതറിയില്ല. ഈ കുട്ടിയുടെ അമ്മയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. ആ സ്ത്രീ മരിച്ചുപോയി. അതുകൊണ്ട് നമ്മൾ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, നന്നായി ഉപേക്ഷിച്ചിട്ട് വരാഞ്ഞത്, ഇങ്ങോട്ട് കൂട്ടി വന്നത്. അനന്തപുരിയിലെ എല്ലാവരും അബിയുടെ കുഞ്ഞാണെന്ന സത്യം മനസ്സിലാക്കുവോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.